ഒരു ഫുട്ബോൾ അനലിസ്റ്റായി ജോലി കിട്ടാൻ വേണ്ടി എന്തൊക്കെയാണ് വേണ്ടത്? ഹായ്, ഐ ആം വിഷ്ണു, ഐ എം എ പ്രൊഫഷണൽ ഫുട്ബോൾ അനലിസ്റ്റ്. കഴിഞ്ഞ വീഡിയോ നമ്മൾ ഫുട്ബോൾ അനാലിസിസ് സർട്ടിഫിക്കേഷൻസിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ആൾക്കാർ ചോദിച്ചു, സർട്ടിഫിക്കേഷൻസ് അവിടെ നിൽക്കട്ടെ, ഞങ്ങൾക്ക് അറിയേണ്ടത് എങ്ങനെ ജോലി കിട്ടുന്നതിനെ കുറിച്ചാണ്. പറയാം. അതിനാദ്യം മാറ്റേണ്ട ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ പ്ലെയറിനോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ കോച്ചിനോ മാത്രമേ അനലിസ്റ്റ് ആവാൻ പറ്റുകയുള്ളൂ എന്നുള്ള ഒരു തോട്ട് ഉണ്ട്. എന്നാൽ അതങ്ങനെയല്ല. നിങ്ങളാണ് ക്ലബ്ബിൽ റിക്രൂട്ട് ചെയ്യാൻ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സർട്ടിഫിക്കേഷൻസിൽ ആളെയാണോ നോക്കുക? അല്ല, പണി അറിയണം. അതിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. അപ്പോൾ നിങ്ങൾക്ക് പണിയെടുക്കാൻ അറിയാമെന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ നിങ്ങളുടെ കയ്യിൽ? അതാണ് പോർട്ട്ഫോളിയോ. നിങ്ങളുടെ അനാലിസിസ് വർക്കുകളുടെ ബണ്ടിൽ നിങ്ങൾ കാണിച്ചു കൊടുക്കണം. അതാണ് ഏറ്റവും പ്രധാനം. ഞാൻ എൻ്റെ അനാലിസിസ് കോഴ്സിലും ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. ചിലപ്പോൾ നിങ്ങൾ ആ വർക്ക് ഒരു ബ്ലോഗായിട്ട് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ എക്സിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ലിങ്ക്ഡിൻ ഉണ്ടാവും, എവിടെയായാലും മതി. ഇൻസ്റ്റയിലും യൂട്യൂബിലും പ്രിഫേർഡ് അല്ല. ചില ക്ലബ്ബുകൾക്ക് ഇതുകൊണ്ടൊന്നും തൃപ്തിയാവില്ല. അവർക്ക് ഒരു ക്വാളിറ്റി അഷ്വറൻസ് വേണം. ഇത് നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഡി ലൈസൻസ്ഡ് കോച്ച് ആയിരിക്കണം. അതുകൊണ്ട് ആളെ കാണിക്കാൻ വേണ്ടി ഒരു കോച്ചിങ് ലൈസൻസ് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഭംഗിയായിരിക്കും. അത് എങ്ങനെ എടുക്കണമെന്ന് മുമ്പേ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതാണ് നിങ്ങളുടെ രണ്ടാമത്തെ പ്രയോറിറ്റി. മൂന്നാമത്തെ പ്രയോറിറ്റിയാണ് സർട്ടിഫിക്കറ്റ്. അത് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങളോട് ചോദിക്കുകയുമില്ല. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഓൺലൈനായിട്ട് ഒരു സർട്ടിഫിക്കേഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 40,000 രൂപ വേണം. അപ്പോൾ ഒന്നിക്കിൽ നിങ്ങൾക്ക് ഈ ആദ്യം പറഞ്ഞ രണ്ട് സാധനം വേണം, പോർട്ട്ഫോളിയോ, ഡി ലൈസൻസ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല പിടിപാട് വേണം. ഇത് രണ്ടും ഇല്ലാതെ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഒരു ഓൺലൈനിൽ പോയിട്ട് ഒരു സർട്ടിഫിക്കേഷൻ എടുക്കാൻ ശ്രമിക്കരുത്. അത് എടുത്തുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ഇത് ചോദിച്ചതാണ്. കഴിഞ്ഞ ദിവസം അയാളോട് ഞാൻ ഈ ഉത്തരമാണ് പറഞ്ഞത്. നിങ്ങളോടും ഈ ഉത്തരം പറയുന്നു. ഇനി നിങ്ങൾക്ക് എൻ്റെ അണ്ടറിൽ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ബ്രോഡ്കാസ്റ്റ് ചാനലിലോ അല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിലോ ജോയിൻ ചെയ്താൽ മതി.